ആൻഡ്രോയിഡ് ടിപ്സ് ആൻഡ് ട്രിക്സ് വാട്സപ്പ് ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പ് ഒരു അറിവിൻ്റെ സൂപ്പർ മാർക്കറ്റാണ്. ബേസിക്കലി ഇതൊരു ടെക് ഗ്രൂപ്പാണ്. ഇതിലേക്ക് കടന്നു വരാനായിട്ട് ചില റൂൾസ് ആൻഡ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഗ്രൂപ്പിനെ കുറിച്ച് 2 വാക്ക്. ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഇത്. ഇതിൽ ടെർമെക്സ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നിങ്ങനെ പല വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കും. അതുകൂടാതെ നിങ്ങളുടെ സംശയങ്ങൾ ഇവിടെ ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരങ്ങളും ഈ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ പല ഗ്രൂപ്പുകളിലും അംഗമായിട്ടുള്ളവരായിരിക്കും. എന്നാൽ ടെക് പരമായി കേരളത്തിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ ആൻഡ്രോയിഡ് ടിപ്സ് ആൻഡ് ട്രിക്സ് വാട്സപ്പ് ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പാലിക്കേണ്ടുന്ന കുറച്ച് നിയമങ്ങളും നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിലൂടെ കിട്ടുന്ന കുറച്ച് ഫീച്ചേഴ്സുമാണ് അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത്. ഈ പറയുന്നതിനെ ബേസ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഗ്രൂപ്പിൻ്റെ റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി വരുന്നത്, നമ്മുടെ ഗ്രൂപ്പിൽ AP ടീം എന്നൊരു ടീമുണ്ട്. നമ്മുടെ ഗ്രൂപ്പ് നിയന്ത്രിക്കുന്നത് AP ആണ്, അഡ്മിൻസ് അല്ല. അഡ്മിൻസ് ഉണ്ടെങ്കിലും ഗ്രൂപ്പിൻ്റെ നിയന്ത്രണം APയുടെ കൈകളിലാണ്. ഗ്രൂപ്പിൽ എന്ത് സംശയം ചോദിച്ചാലും അത് സൈറൻ ഇമോജി ഇട്ട് വേണം ചോദിക്കാൻ. ഇതെന്തിനാണെന്ന് വെച്ചാൽ, ഇങ്ങനെ സൈറൻ ഇമോജി ഇട്ട് ചോദിക്കുമ്പോൾ ബോട്ട് നിങ്ങൾക്ക് ഒരു പോസ്റ്റ് കൊണ്ടിട്ട് തരുന്നതാണ്. അതുപോലെ തന്നെ ബോട്ടിൻ്റെ PMൽ നിന്ന് മറ്റ് അഡ്മിൻസിലേക്കും ടെക് അധ്യാപകരിലേക്കും ഇന്നയാൾ ഇന്ന സംശയം ചോദിച്ചിരിക്കുന്നു എന്ന് ഒരു പോസ്റ്റ് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരങ്ങൾ വേഗം ലഭിക്കും. ഇങ്ങനെ സൈറൻ ഇമോജി ഇടാണ്ട് നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ആക്കപ്പെട്ടേക്കാം. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ജനറൽ ആയിട്ടുള്ള റൂൾസ് ഒന്നും കൂടെ പറയാം. 1. ഗ്രൂപ്പ് ലിങ്കുകൾ പാടില്ല. 2. യൂട്യൂബ് ലിങ്കുകൾ പാടില്ല. 3. ഡാപ്പോട വിളികൾ പാടില്ല. കുട്ടികളുടെ PMൽ പോകാൻ പാടില്ല. സ്റ്റിക്കർ ഇടാൻ പാടില്ല. ഏട്ട, ഇഷ്ടം പോലുള്ള വാക്കുകൾ പാടില്ല. അതുപോലെ ഈ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഗ്രൂപ്പിൽ തുടരുവാൻ ശ്രമിക്കുക. നല്ല ആക്റ്റീവ് ആകാൻ നോക്കണം. മെസ്സേജുകൾ കുറവാണെങ്കിലും നിങ്ങൾക്ക് പുറത്തു പോകാം. AP, അഡ്മിൻസ്, ക്ലാസ്സുകൾ എടുക്കുന്നവർ എന്നിവരെ സർ, മാം എന്ന് മാത്രമേ അഭിസംബോധന ചെയ്യാവൂ. മറ്റുള്ളവരെ ബ്രോ, സഹോ, സിസ്റ്റർ എന്നിങ്ങനെ മാത്രം വിളിക്കുക. ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണല്ലോ. നമ്മുടെ ഗ്രൂപ്പുകളിൽ ഒരു തരത്തിലുള്ള ലിങ്കുകളും പാടില്ല. അതുപോലെ പെൺകുട്ടികളുടെ PMൽ പോകാൻ പാടില്ല. അവരുമായി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ്. എഡോ പോഡോ, എഡി പോഡി, സേട്ടാ സേച്ചി ഈ വിളികളൊന്നും ഗ്രൂപ്പിൽ പാടില്ല. ക്ലാസ് റൂമിനെ കുറിച്ചാണ്. ഇത് ക്ലാസ്സുകൾ നടക്കുന്ന ഗ്രൂപ്പാണ്. ടെക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ടെക് ക്ലാസ്സുകൾ മാത്രമാണ് ഇവിടെ നടക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. എന്നാൽ അങ്ങനെയല്ല. ഇവിടെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ, സൈക്കോളജി, അനാറ്റമി, ഫിസിയോളജി, അതേപോലെ ഒരുപാട് വേറെ വ്യത്യസ്ത തരത്തിലുള്ള ക്ലാസ്സുകളും ഈ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 5-മതായിട്ട് ബോട്ടെക്സ് ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ബോട്ടിനെ ഉപയോഗിക്കാം. ഫോട്ടോ കൊടുത്താൽ സ്റ്റിക്കർ ആക്കാം, വീഡിയോ ഫോട്ടോസ് ആക്കാം, അതേപോലെ തന്നെ ലിങ്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോസും ആക്കാൻ പറ്റും. ഫാൻ ഫൈറ്റ് സ്റ്റിക്കറുകളോ മറ്റു അശ്ലീലമോ പാടില്ല. കൂടാതെ ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും എഡിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റാറ്റസോ, പ്രണയ സ്റ്റാറ്റസോ, നഷ്ടപ്രണയ സ്റ്റാറ്റസോ ഒക്കെ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. യൂട്യൂബ്, ഫേസ്ബുക്ക് വീഡിയോസൊക്കെ ഈ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിനായി മറ്റൊരു ഗ്രൂപ്പിലും നിങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യം ഉണ്ടാകുകയില്ല. കുസൃതി കൂട്ടം ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പ് തമാശയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പാണ്. ഇവിടെ നിങ്ങൾക്ക് ഗ്രൂപ്പിലെ മെമ്പേഴ്സായിട്ട് സംസാരിക്കാൻ സാധിക്കും. അതുപോലെ അവരുമായി നല്ല ഒരു സൗഹൃദം വളർത്തിയെടുക്കാനും സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ സ്റ്റിക്കറുകൾ ഇടാം. എന്നാൽ FFC സ്റ്റിക്കറുകൾ പാടില്ല. സിനിമാ ഗ്രൂപ്പിൽ ഒരു സിനിമയെക്കുറിച്ചുള്ള A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് ലഭിക്കും. അതായത് ഒരു പുതിയ സിനിമ റിലീസാവുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും അതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും, അതായത് നിങ്ങൾക്ക് വേറൊരു സിനിമ വേണമെങ്കിൽ അതിൻ്റെ ലിങ്കും ഈ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ബെറ്റർ പ്ലേസ് തന്നെയായിരിക്കും ഈ ഒരു സിനിമാ ഗ്രൂപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല. 6-മത്തേത് കേവ് ഓഫ് ട്രിക്സ്. ഇത് പോസ്റ്റുകൾ, സ്റ്റാറ്റസുകൾ ഇടുന്ന ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് ഇതിൽ നല്ല നല്ല പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്യാം. അതേപോലെ ന്യൂസ് പോസ്റ്റ് ചെയ്യാം. എന്നാൽ സ്റ്റിക്കറുകൾ പാടില്ല, മറ്റു ചാറ്റിങ്ങും പാടില്ല. നിർദ്ദേശ ഗ്രൂപ്പിനെ കുറിച്ചാണ്. ഈ ഗ്രൂപ്പിൽ നിർദ്ദേശങ്ങൾ പോസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ എന്തെങ്കിലും ക്ലാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ചോദിക്കാം. അതിനുള്ള ഫോം ഈ ഗ്രൂപ്പിൽ കിട്ടും. മറ്റു ചാറ്റുകൾ പാടില്ല. CK, അതായത് നമ്മുടെ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ, അദ്ദേഹം നിർദ്ദേശങ്ങൾ പറയുന്നതും മറ്റും അവിടെ ആയിരിക്കും. അവിടെ സ്റ്റിക്കറുകളും പാടില്ല. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ജനറൽ ആയിട്ടുള്ള റൂൾസ് ഒന്നും കൂടെ പറയാം. 1. ഗ്രൂപ്പ് ലിങ്കുകൾ പാടില്ല. 2. യൂട്യൂബ് ലിങ്കുകൾ പാടില്ല. 3. ഡാപ്പോട വിളികൾ പാടില്ല. 5-മതായി പെൺകുട്ടികളുടെ PMൽ പോകാൻ പാടില്ല. 6. സ്റ്റിക്കർ ഇടാൻ പാടില്ല. 7. സേട്ട, ഇഷ്ടം പോലുള്ള വാക്കുകൾ പാടില്ല.
ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആ ലിങ്ക് നിങ്ങളെ ഡൈവേർട്ട് ചെയ്യുന്നത് നേരെ ഒരു ബോട്ടിൻ്റെ PMലേക്കായിരിക്കും. നമ്മുടെ ഗ്രൂപ്പിൻ്റെ പുതിയ ആളുകൾക്ക് വെരിഫിക്കേഷൻ നടത്തുന്നത് ബോട്ടാണ്. അപ്പോൾ നിങ്ങളൊരു ഹായ് അയക്കുകയാണെങ്കിൽ ബോട്ട് അതിന് റിപ്ലൈ അയക്കും. ബോട്ട് നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ആൻസർ പറയുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യും. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും നിങ്ങൾക്ക് ബോട്ടിൻ്റെ PMലേക്ക് പോകാനുള്ള ലിങ്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, ഓൾ ദി ബെസ്റ്റ്.